അതിപരിസമായി നാം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവജനതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ രാജ്ഞിയോട് കൂടെ വിരുന്ന് കഴിപ്പാൻ വന്നു. 2-ാം ദിവസവും വീഞ്ഞു വിരുന്നിന്റെ സമയത്ത് രാജാവ് എസ്തേറിനോട്, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പകുതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജീവരക്ഷയ്ക്കായി എസ്തേറിന്റെ ഒരു അപേക്ഷയാണ് നാം ഈ ഭാഗത്ത് വായിച്ചു കേട്ട ദൈവവചനം എന്ന് പറയുന്നത്. ഇവിടെ രാജാവ് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, എസ്തേർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും എന്ന്. പ്രൈസ്. ലോകപ്രകാരമുള്ള ഒരു രാജാവ് ദൈവത്തിന്റെ വിശ്വസ്തയോടുകൂടെ നിന്ന എസ്തേറിനോട്, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് എസ്തേറിന്റെയും മൊർദെഖായിയുടെയും പ്രാർത്ഥന ഫലമായി യഹൂദന്മാർക്ക് എതിരെ എഴുതിയ വിധി മാറ്റി എഴുതുവാനും യഹൂദന്മാർക്ക് നേരെ ഹാമാൻ ഒരുക്കിയ പദ്ധതിയെ തകർത്ത് മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴിമരത്തിൽ ഹാമാനെ തൂക്കിക്കളയുവാനും കഴിഞ്ഞെങ്കിൽ, പ്രൈസലോ, പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തോട് രാജാതി രാജാവായ കർത്താവിനോട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ അപേക്ഷ എത്ര ശക്തമായി ദൈവം കേട്ട് അതിന് മറുപടി തരും. നമ്മുടെ രാജാതി രാജാവായ കർത്താവ് ചോദിക്കുന്നത്, ദൈവസഭയോട് ചോദിക്കുന്നത്, എന്താണ് നിന്റെ അപേക്ഷ? അത് നിനക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന സകല വിഷയത്തിനും മറുപടി ലഭിക്കുമെന്ന് നമ്മൾ ഈ പുതിയ നിയമസഭയുടെ ചിന്തയിലും വിശ്വാസത്തിലും ഈ കൃപായുഗത്തിലും വിശ്വസിക്കണം. രക്തചയം അനാഥയായിരുന്നു, പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിന് രാജ്ഞിയായി മാറിയ എസ്തേറിന്റെ പുസ്തകം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ദൈവ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഒരുക്കിയെടുക്കുന്ന, സജ്ജമാക്കിയെടുക്കുന്ന ഒരുപാട് ആത്മീയ അർത്ഥങ്ങളുള്ള സ്തോത്രം. ദൈവജനത്തിനെതിരെ ഒരുക്കുന്ന സകല പദ്ധതികളെ നീക്കിക്കളയുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എസ്തേറിന്റെ പുസ്തകം. അപ്പൊ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു വലിയ പ്രാർത്ഥന പടയാളിയാണ് എസ്തേർ എന്ന് പറയുന്നത്. പ്രൈസലോ. ഇസ്രായേലത്തെ നശിപ്പിക്കുവാൻ, ഇസ്രായേലത്തെ ഭൂമിയിൽ നിന്ന് 127 സംസ്ഥാനങ്ങൾക്കകത്തുനിന്നും നിർമൂലനം ചെയ്യുവാൻ ഹാമാൻ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പ്രൈസലോ. ആ പദ്ധതികളെ തകർക്കുവാൻ, ആ പദ്ധതികളെ പൊളിക്കുവാൻ എസ്തേറിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു. രക്തചയം. ഇസ്രായേലിന് വേണ്ടി ശക്തമായി പോരാടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ പടയാളിയായി മാറിയ എസ്തേറിനെ പോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നും നമ്മുടെ രാജ്യം നേരിടുന്ന, രാഷ്ട്രങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ദൈവമക്കൾക്കെതിരെ സാത്താന്യ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വൈശാചികമായ തന്ത്രങ്ങളുടെ നടുവിൽ നിന്ന് ദൈവമക്കളുടെ വിടുതലിന് വേണ്ടി എസ്തേറിനെ പോലെയുള്ള പ്രാർത്ഥനാ പടയാളികളെ ദൈവത്തിന് ആവശ്യം. ശക്തമായ പ്രാർത്ഥന പോരാളികളെ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ്. അതിലൊരാളായി മാറാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്തോത്രം. എസ്തേറിനെ പോലെ പ്രാർത്ഥിക്കുവാൻ, അതേപോലെയുള്ള ആത്മസമർപ്പണം, ഇസ്രായേലിനെക്കുറിച്ചുള്ള ഭാരം, തന്റെ സ്വന്തം ജനത്തിന്റെ പതനത്തെ ഓർത്ത് കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എസ്തേർ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിനക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ, ദൈവജനത്തെ തകർക്കുന്ന സാത്താന്യ ശക്തിക്കെതിരെ ദൈവത്തിന് മുഴങ്കാലം മടക്കി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ദൈവം വിടുതൽ നൽകുക തന്നെ തരും. ദൈവം ചെയ്യാൻ നമുക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ എസ്തേറിനെ പോലെ നല്ലൊരു പ്രാർത്ഥന പടയാളിയായി മാറണം. മരിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം നിന്നവളാണവർ. അവളുടെ ജീവിതം എന്ന് പറയുന്നത്, അവൾ ചിന്തിച്ചത് നമുക്ക് പറയാം, മരിച്ചാലും വേണ്ടില്ല,
എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലാണ് അവൾ ആഗ്രഹം എന്ന് പറയുന്നത്. സ്തോത്രം. അതുപോലെയാണ് പ്രിയപ്പെട്ട ഈ കാലഘട്ടവും. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നാം രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും, ജീവൻ കൊടുക്കേണ്ടി വന്നാലും, രക്തം ചൊരിയേണ്ടി വന്നാലും, ഈ ലോകത്തിൽ അധിവസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി നീ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ദൈവസനി നിന്നെ തന്നെ ഒരുക്കി എടുക്കണം അതിനുവേണ്ടി. അപ്പോൾ പറഞ്ഞ മരിച്ചാലും എനിക്ക് സാരമില്ല, പക്ഷെ എന്റെ ജനത്തിന് വിടുതലാണ് അവളുടെ ആവശ്യം. ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രക്തം ചെയ്യും. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? എസ്തറിനെ പോലെ നല്ലൊരു തീരുമാനത്തിലേക്ക് വരാൻ കഴിയുമോ നിങ്ങൾക്ക്? അല്ലേരിയ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. പലരും വാക്കുകൊണ്ട് പറഞ്ഞ് വലിയ പ്രാർത്ഥന മനുഷ്യനാണെന്ന് ധരിപ്പിക്കുന്നവരുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ ഞങ്ങൾ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് പറയാറുണ്ട്. പക്ഷെ അവർക്ക് പ്രാർത്ഥന ഇല്ലാത്തവരാ പലരും. അല്ലേരിയ. എന്നാൽ ഇവിടെ എസ്തേറിനെ സംബന്ധിച്ച് നോക്കിയാൽ അവർ ശക്തമായ പ്രാർത്ഥന പോരാളിയാണ്, ഒരു പ്രാർത്ഥന പടയാളിയാണ്. ഇസ്രായേലിന് വേണ്ടി ദൈവം ശക്തമായി നിൽക്കുന്നവളാണ്. തന്റെ സമൂഹം, തന്റെ കൂട്ടം, തന്റെ ജനം നശിക്കുന്നത് കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൾ ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. അത് നിങ്ങളും ആ അനുഭവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളാണ്. ഒന്ന് രൂത്തും, അടുത്തത് എസ്തേറും എന്ന് പറയുന്നത്. എസ്തേറിന്റെ ഭർത്താവായ അഹശ്വേരോശ് രാജാവ്, എസ്തേറിന്റെ ഭർത്താവായ അഹശ്വേരോശ് രാജാവ് 127 രാജ്യങ്ങൾ ഭരിച്ചവനാണ്. 127 രാജ്യങ്ങൾ ഭരിച്ചവനാണ് അഹശ്വേരോശ് രാജാവ് എന്ന് പറയുന്നയാള്. അതിനൊരു ദേശം ഹിന്ദു ദേശം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ലോർഡ്. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ എസ്തേർ എന്ന വാക്കിന് നക്ഷത്രം എന്നാകുന്നു അർത്ഥം. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം ലോകപ്രകാരമുള്ള ആധിപത്യത്തിനുപരിയായി കർത്താവ് ആധിപത്യം ചെയ്യുന്നതും, ഹല്ലേലൂയ, മനുഷ്യന്റെ ഹിതത്തിനുപരിയായി ദൈവഹിതം വെളിപ്പെടുന്നത് കാണാൻ കഴിയും. പ്രൈസ് ലോർഡ്. എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രം. നക്ഷത്രം ഒരു പ്രകാശം കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് മിന്നിക്കഴിഞ്ഞാൽ എത്രമാത്രം പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞ പോലെ എസ്തേറിന്റെ പ്രാർത്ഥനയുടെ, എസ്തേറിന്റെ ഉപവാസത്തിന്റെ, എസ്തേറിന്റെ സമർപ്പണത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ നക്ഷത്രങ്ങൾ തെളിയുന്നത് പോലെ അവളുടെ മുഖം പ്രകാശിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. അത് നിങ്ങളും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എസ്തേറിനെ പോലെ നിങ്ങളുടെ മുഖവും നക്ഷത്രം പോലെ പ്രകാശിക്കുവാൻ തുടങ്ങും. രക്തം ചെയ്യും. നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുപോകാതിരുന്നില്ലോ. അല്ലെങ്കിൽ സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് ലോകപ്രകാരമുള്ള ആധിപത്യത്തെക്കാൾ ഉപരിയായി കർത്താവിന്റെ ആധിപത്യം വെളിപ്പെടുന്നത്. മനുഷ്യന്റെ ഹിതത്തെക്കാൾ ഉപരിയായി ദൈവഹിതമായിട്ട് വെളിപ്പെട്ട് കാണുന്നത്. അത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ലോകപ്രകാരമുള്ള ആധിപത്യങ്ങളും മനുഷ്യന്റെ ഹിതവും മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ആധിപത്യവും ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തത്. രക്തം ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഏത് വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാവും. ഇന്ന് ക്രൈസ്തവ സമൂഹം മുഴുവൻ നേരിടുന്ന വെല്ലുവിളികളെ നമുക്കറിയാം. ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ നമുക്കറിയാം. ലോകരാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവർക്കെതിരെ ഒരു കൂട്ടം സാത്താന്യ ശക്തികൾ എഴുന്നേറ്റ് തന്ത്രങ്ങൾ മെനഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഭൂമിയിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം, ആമീൻ, എസ്തേറിനെ പോലെ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായ ലോകപ്രകാരമുള്ള ആധിപത്യങ്ങളെ നീക്കി, ആമീൻ, മനുഷ്യന്റെ ആധിപത്യങ്ങളെ നീക്കിയിട്ട് നമ്മുടെ ദൈവത്തിന്റെ ആധിപത്യം ദൈവം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യണം. പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കേണ്ടത്. ഏത് ശത്രുവിനെ ജയിക്കുവാൻ, ഏത് പ്രതിസന്ധിയെ ജയിക്കുവാൻ, ഏത് വെല്ലുവിളികളെ ജയിക്കുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഭക്തന്മാരൊക്കെ ശക്തമായ പ്രാർത്ഥനാ വീരന്മാരായിരുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസ് ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആദിമസഭ ശക്തമായി പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടം വന്നപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ തകർന്നു പോയത്, തരിപ്പണമായി പോയത് പ്രാർത്ഥനാ ജീവിതമാണ്. സ്തോത്രം. അതിലൂടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു തുടങ്ങി, എതിർപ്പുകൾ വർദ്ധിച്ചു തുടങ്ങി, പ്രതികൂലങ്ങൾ വർദ്ധിച്ചു. തീയുടെ മടങ്ങ് 7 മടങ്ങ് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രക്തം ചെയ്യും. അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് ആയുധമെടുത്ത് പോരാടുവാൻ ആയുധമെടുത്ത് സമൂഹത്തിൽ ഇറങ്ങുവാൻ കഴിയില്ല. ദൈവജനത്തിനും ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്ന എതിർപ്പുകളെ തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ എസ്തേറിനെ പോലെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. സകലതും നശിച്ചു, സകലതും തകർന്നു എന്ന് കാണുമ്പോൾ, എല്ലാ മേഖലയിലും പ്രതിസന്ധികൾ വർദ്ധിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, ലോകത്തിലുള്ള ആധിപത്യങ്ങൾ വെളിപ്പെടുമ്പോൾ, മനുഷ്യന്റെ ആധിപത്യങ്ങൾ വെളിപ്പെടുമ്പോൾ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണമെന്ന് രക്തം ചെയ്യണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6:10 വായി ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതെന്നാൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെട്ട് നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ പോരാടുന്നെങ്കിൽ, ഹല്ലേലൂയ, എസ്തേറിനെ പോലെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണെങ്കിൽ ജയം നിങ്ങൾക്ക് തന്നെയാ. രക്തം ജയം. ഹല്ലേലൂയ. നാം ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം വലിയ പീഡയിലൂടെ കടന്നു പോകുന്നു. മറുവശത്ത് നാം ചിന്തിച്ചാൽ ക്രൈസ്തവ ജനത്തിന്റെ വിജയ മുന്നേറ്റങ്ങളെ കാണാൻ കഴിയും. എന്താണ് അങ്ങനെ വിജയ മുന്നേറ്റം? പ്രാർത്ഥിക്കുന്ന അനവധി ദൈവഭക്തന്മാർ, പ്രാർത്ഥിക്കുന്ന അനവധി ദൈവഭക്തകൾ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളെ വിവിധ ഭാഗങ്ങളിൽ എസ്തേറിനെ പോലെ മുഴങ്കാലി മടക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ദൈവം തന്റെ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ എല്ലാം ലോകപ്രകാരമുള്ള ആധിപത്യത്തിനുപരിയായി കർത്താവ് ആധിപത്യം ചെയ്യുന്നതും മനുഷ്യരുടെ ഹിതത്തിനുപരിയായി ദൈവത്തിന്റെ ഹിതം ജയം ഭരിക്കുന്നത് കാണാൻ കഴിയും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ഭൂമി ജീവിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും നമ്മുടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ലക്ഷ്യമുണ്ട്. നിങ്ങളെക്കുറിച്ച് പ്ലാനുണ്ട്. എസ്തേറിനെ കുറിച്ച് ദൈവത്തിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു പ്ലാൻ നിങ്ങളെക്കുറിച്ചും ഉണ്ട്. എസ്തേറിനെ ദൈവം ഉപയോഗിച്ചതുപോലെ തന്നെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാർത്ഥന പോരാളിയായി, ഒരു പ്രാർത്ഥന പടയാളിയായി എസ്തേറിനെ ഉപയോഗിച്ച ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ നിങ്ങൾ ആ സമർപ്പണത്തിലേക്ക് വരണം. രക്തം ചെയ്യും. പ്രൈസലോ. നമുക്ക് ലഭിച്ചിരിക്കുന്ന താൽക്കാലികമായ ജീവിതം എന്നൊക്കെ പറയുന്നത് അത് ആത്മഭാരത്താൽ നിറയപ്പെട്ടതായിരിക്കണം. അത് ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അധപ്പതനം കാണുമ്പോൾ, രാജ്യത്തിന്റെ നാശം കാണുമ്പോൾ, ജനത്തിന്റെ അധപ്പതനങ്ങൾ കാണുമ്പോൾ, ക്രൈസ്തവ സമൂഹങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത് കാണുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവസഭയ്ക്കെതിരെ ഒന്നിച്ചെഴുന്നേറ്റ് ആധിപത്യം പുലർത്തുമ്പോൾ, മനുഷ്യന്റെ ഹൃദയപ്രകാരമുള്ള തന്ത്രങ്ങളും പദ്ധതികളും ക്രൈസ്തവ സമൂഹത്തിനെതിരെ കൊണ്ടുവന്ന് ക്രൈസ്തവ സമൂഹത്തെ ഭൂമിയിൽ തന്നെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉണരാൻ സമയമായി. പ്രാർത്ഥനയിൽ കേൾക്കുന്ന മാതാവേ പിതാവേ, പ്രാർത്ഥനയിൽ ഉണരാൻ സമയമായെന്ന് രക്തം ചെയ്യും. ലോകപ്രകാരമുള്ള മനുഷ്യൻ ചെയ്യുന്നത് പോലെ നമുക്ക് ബന്ധം, ഹർത്താൽ, യുദ്ധങ്ങളും ആയുധമെടുത്തുള്ള പോരാട്ടങ്ങളും കഴിയുകയില്ല. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്, ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ത്, നിങ്ങളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്ത് എന്ന് നിങ്ങൾ അറിയുവാൻ വേണ്ടി കർത്താവിന്റെ ലക്ഷ്യത്തിലേക്ക്, ആ ദൈവഹിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന്. പ്രൈസലോ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ചേർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശു തന്റെ പകലുള്ള ശുശ്രൂഷ മുഴുവൻ നിവർത്തിച്ച് രാത്രിയിൽ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു നല്ല പ്രാർത്ഥനാശീലം യേശുവിനും ഉണ്ടായിരുന്നു. അതേപോലെയുള്ള പ്രാർത്ഥനാശീലമാണ് നിങ്ങൾക്ക് ആവശ്യം. വ്യക്തം ചെയ്യാം. നിങ്ങളുടെ സമയത്തിൽ നല്ലൊരു ഭാഗവും പിശാച് അപഹരിക്കുക. നിങ്ങൾക്ക് ദൈവം ഒരു ദിവസം 24 മണിക്കൂർ തരുന്നുണ്ട്. ആ 24 മണിക്കൂറിൽ നല്ലൊരു സമയം പിശാച് നിങ്ങളിൽ നിന്ന് കൈകടത്തിക്കൊണ്ട് അപഹരിച്ചുകൊണ്ട് പോവുക. അല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക സമയമില്ല, ദൈവത്തിന് ഉപവസിക്കുക സമയമില്ല. പ്രത്യേകിച്ച് ഉപവസിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ജനമില്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മനുഷ്യന് വളരെ തിരക്കാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് ബിസിയാണെന്ന് പറഞ്ഞ് ഒഴിവഴി പറഞ്ഞ് മാറിക്കുക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ. ഇന്ന് കുടുംബത്തിൽ ചെന്നു കഴിഞ്ഞാൽ ബൈബിൾ നിവർത്ത് വായിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ കാണാനില്ല. അപ്പനും അമ്മയും മക്കളും എല്ലാം എല്ലാവരും 4 മൂലയ്ക്ക് മാറിയിരുന്ന് കുഞ്ഞുകുട്ടികൾ ആപാലവൃത്തം മൊബൈലിനകത്ത് കളിക്കുന്നതാണ് കാണുന്നത്. അല്ലേ? അതാ ഞാൻ പറയാം, നിങ്ങളുടെ സമയത്തിന്റെ നല്ലൊരു ഭാഗവും പിശാച് അപഹരിച്ചെടുത്തെന്ന് പറയാൻ. അല്ലേരിയ. എസ്തേറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എസ്തേറിനെ തോണ്ടിക്കളിക്കാനൊന്നുമില്ലായിരുന്നു. അല്ലേരിയ. അവളിൽ വലിയ ഈ ഭയങ്കരമായ മൊബൈലുകളൊന്നും എസ്തേറിന്റെ കയ്യിലില്ലായിരുന്നു. അല്ലേരിയ. മൊർദെഖായി ചെന്ന് യഹൂദാജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് എസ്തേറിനോട് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ആത്മഭാരമുണ്ടായി. ആത്മഭാരം ഏറ്റെടുത്തുകൊണ്ട് അവളും തോഴിമാരും കൂടെ ഉപവസിക്കുവാൻ തുടങ്ങി. അല്ലേരിയ. എസ്തേറും തോഴിമാരും കൂടെ ഉപവസിക്കുമ്പോൾ അതിന് നടുവിൽ മറ്റൊരു പ്രവൃത്തി, മറ്റൊരു തടസ്സം ഉണ്ടാകാത്ത വിധത്തിൽ എസ്തേർ ദൈവസന്നിൽ ഏകാഗ്ര ഹൃദയത്തോടെ ചേർന്നിരുന്നു. അവളും ദൈവമായിട്ട് മാത്രം ബന്ധമായിരുന്നു. യഹോവയുടെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ അവൾ കാതോർത്തിരുന്നു. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് അഹശ്വേരോശ് രാജാവിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് എസ്തേർ രാജ്ഞിയുടെ ഭർത്താവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിക്കുന്നത്, എസ്തേർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ അപേക്ഷ എന്ത്? രാജാവ് ചോദിക്കത്തക്ക നിലയിൽ, രാജാവിന്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടത്തക്ക നിലയിൽ എസ്തേറിന്റെ പ്രാർത്ഥനയുടെ ശക്തി അവിടെ വെളിപ്പെട്ടു. സ്തോത്രം. അതെ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തണം. ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണം. പ്രാർത്ഥിച്ച് നീ ഇറങ്ങിച്ചില്ലെന്ന്, പ്രാർത്ഥിച്ച് നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് അല്ലെങ്കിൽ മറുപടി ഉണ്ടാകണം. പ്രൈസോ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായിരിക്കണം. എസ്തേറിന്റെ മാതാപിതാക്കന്മാർ ആരാണെന്നറിയില്ല. എസ്തേറിന്റെ മാതാപിതാക്കന്മാർ ആരാണെന്നറിയില്ല. എസ്തേറിനെ അവളുടെ ചിറ്റപ്പനായ മൊർദെഖായി ആയിരുന്നു വളർത്തിയത്. 127 രാജ്യങ്ങളിലുള്ള സകല സ്ത്രീകളെക്കാളും എസ്തേർ അതീവ സുന്ദരിയായിരുന്നു. അല്ലേരിയ. അവിടെയാണ് നമ്മൾ എസ്തേറിനെ കുറിച്ച് പഠിക്കേണ്ടത്. 127 രാജ്യങ്ങളിലുള്ള സ്ത്രീകളെക്കാൾ അതീവ സുന്ദരിയായിരുന്ന എസ്തേർ. അല്ലേരിയ. അവൾക്ക് അത്രമാത്രം സൗന്ദര്യം ഉണ്ടായിട്ട് പോലും, അത്രമാത്രം സൗന്ദര്യവതിയായിട്ടും, രാജാവിന്റെ ഭാര്യയായി തീർന്നിട്ടും, അല്ലേലിയ, തന്റെ സ്വന്തം ജനം നശിക്കുന്നത് കണ്ട് അവൾ ദൈവത്തിന് ഉപവസിക്കാൻ തുടങ്ങി. അപ്പൊ അവളുടെ ക്ഷമയും സൗമ്യതയും, അല്ലേലിയ, എത്ര വലുതാണ് ചിന്തിച്ചോണ്ട്. അല്ലേലിയ. അവൾ അതീവ സുന്ദരിയായിരുന്നിട്ടും അവൾ പ്രാർത്ഥിച്ചുപവസിച്ച് ദൈവത്തിന്റെ ലക്ഷ്യം, ദൈവത്തിന്റെ പ്ലാൻ അവളിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് അവൾക്ക് അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞിയായി തീരുവാൻ കഴിഞ്ഞത്. ലേരിയ. അതെ, പ്രാർത്ഥിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവം തരും. പ്രൈസലോ. എസ്തേറിന്റെ പ്രാർത്ഥന മുഖാന്തരം അവളിപ്പോ ആരാണ്? അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞിയായി മാറി. ലേരിയ. അപ്പം ക്ഷമയും സൗമ്യതയും രാജ്ഞിയാകുവാനുള്ള യോഗ്യതയെ അവളിലേക്ക് കൊണ്ടുവന്നു. അതേസമയം കർത്താവിന്റെ ദൃഷ്ടിയിലും എസ്തേറിന് ദയ ലഭിച്ചു. ലേരിയ. അപ്പൊ അവൾക്ക് കർത്താവിന്റെ ദൃഷ്ടിയിലും ദയ ലഭിച്ചു എന്നുള്ളതാ. തന്നെ വളർത്തി വലുതാക്കിയ മൊർദെഖായിയെ അവൾ അനുസരിച്ച് നടന്നു. പ്രൈസലോ. അല്ലേരിയ. തന്റെ എസ്തേറിന്റെ ചിറ്റപ്പനാണല്ലോ എസ്തേറിനെ വളർത്തിയത്, മൊർദെഖായി. ആ മൊർദെഖായിയെ അവൾ അനുസരിച്ച് നടന്നു. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരെ, ഇടയന്മാരെ നിങ്ങൾ അനുസരിച്ച് നടക്കണം. അവരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങളും അവരിൽ നിന്ന് ലഭിക്കുന്ന സതുപദേശങ്ങളും അവരിൽ നിന്ന് ലഭിക്കുന്ന സ്തോത്രം ഉപദേശങ്ങൾ നിങ്ങൾ ഹൃദയത്തിനകത്ത് ഉൾക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൗമ്യതയും താഴ്മയും വളർത്തിയെടുത്ത് നിങ്ങൾ ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, എസ്തേർ രാജ്ഞിയെ നിന്റെ അപേക്ഷ എന്ത്, നിന്റെ അപേക്ഷ എന്ത്, അത് നിനക്ക് ലഭിക്കുമെന്ന് അഹശ്വേരോശ് രാജാവ് എസ്തേറിനോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് ദൈവം സംസാരിക്കും. രക്തചയം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തോട് ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം, മൊർദെഖായെ അനുസരിച്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൈവസഭയുടെ ഏറ്റവും വലിയ തകരാറെന്താണ്? ദൈവമക്കളുടെ ഏറ്റവും വലിയ തകരാറെന്താണ്? ഹല്ലേലൂയ, നടത്തുന്നവരെ അനുസരിക്കത്തില്ല. ദൈവസഭയെ അനുസരിക്കാത്ത തലമുറകൾ ഇന്ന്, ഇടയന്മാരെ അനുസരിക്കാത്ത തലമുറ ദൈവസഭയ്ക്കകത്ത് എഴുന്നേറ്റത് മുഖാന്തരം ഇന്ന് പ്രാർത്ഥനയുടെ മറുപടി നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് ആരും പരസ്പരം ബഹുമാനിക്കാതെ, ആദരിക്കാതെ, അനുസരിക്കാതെ തന്നിഷ്ടം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം അവൾ ദൈവത്തെ അനുസരിച്ചു, മൊർദെഖായി അനുസരിച്ചു. അവൾ പ്രാർത്ഥനയുള്ളവളായിരുന്നു. അവൾ ശക്തമായി പ്രാർത്ഥന പടയാളിയായിരുന്നു. അതുകൊണ്ട് ദൈവഹിതം അവളുടെ മേൽ നിവർത്തിച്ചു. ദൈവത്തിന്റെ ദയ അവർക്ക് ലഭിച്ചു. അവൾ അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായി മാറി. മാത്രമല്ല, അവളുടെ അപേക്ഷ അവൾ രാജാവിനോട് അറിയിച്ചു. ആ അപേക്ഷ രാജാവ് കേട്ടിട്ട് അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. രക്തചയം. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തും ദൈവിക മറുപടി കണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം അതിന്റെ 4-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കത് കാണാൻ കഴിയും. 4-ാം അധ്യായത്തിൽ അവിടെ പ്രാർത്ഥന കാണാൻ കഴിയും. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹൃദയസ്പർശിയായ പ്രാർത്ഥന അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ 10 തൊട്ട് താഴോട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറവാൻ ഹഥാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെല്ലുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്നൊരു നിയമം ഉള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിന്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. ഹല്ലേലൂയ. അപ്പൊ തന്റെ ജനത്തെ തകർക്കുവാനുള്ള ഹാമാന്റെ പദ്ധതികൾ, ഹല്ലേലൂയ, അത് ഈ മൊർദെഖായി എസ്തേറിനോട് അറിയിച്ചപ്പോൾ എസ്തേർ പറഞ്ഞതാണ് രാജാവിന്റെ അരികിൽ കടന്നു ചെല്ലുവാനുള്ള, രാജാവിന്റെ മുമ്പിൽ ചെല്ലുവാനുള്ള ആ പ്രതിസന്ധികൾ. ഹല്ലേലൂയ. അത് മൊർദെഖായിയോട് പറഞ്ഞപ്പോൾ മൊർദെഖായി എസ്തേറിനോട് മറുപടി പറഞ്ഞുവാൻ കൽപ്പിച്ചത്, നീ രാജസന്നിധിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജ്യസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? മൊർദെഖായിയുടെ മറുപടി, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. അല്ലേ? അപ്പൊ എസ്തേർ അവരുടെ ഉപവാസ പ്രസിദ്ധം ചെയ്തു. ഹല്ലേലൂയ. എസ്തേർ 4-15 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എന്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ഇവിടെ പുറത്ത് മൊർദെഖായി യഹൂദന്മാര് ശക്തമായി ഉപവാസമാണ്.
രാജധാനിയിൽ അല്ലെങ്കിൽ സ്തോത്ര എസ്തേറിൻ ബാല്യക്കാര്യത്തികളും ഉപവസിക്കുക. എന്നിട്ട് അവൾ പറയുകയാണ്, 30 ദിവസം കഴിയുമ്പോൾ ഞാൻ രാജാവിന്റെ അരികെ ചെല്ലും. ഹല്ലേലൂയ. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കണ്ടോ. അവളുടെ ഉപവാസവും പ്രാർത്ഥനയും കണ്ടോ. പ്രൈസോ. എന്നെ കേൾക്കുന്ന സഹോദരി, ഇതായിരിക്കട്ടെ നിന്റെ പ്രാർത്ഥനയുടെ ജീവിതം. നിന്റെ ആത്മീയ ജീവിതം എസ്തേറിനെ പോലെ നീ വളർത്തിയെടുക്കണം. പ്രൈസോ. കാര്യങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നീ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യരുത്. ഇന്നത്തെ തലമുറ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് യേശുവിനെ അന്വേഷിക്കുന്നത്. കാര്യസാധ്യം കഴിഞ്ഞ് പിന്നെ അവരവരുടെ പണിയായി നോക്കി പോവുകയാണ്. ഇവിടെ എസ്തേർ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല അവൾ ഉപവസിക്കുന്നത്, തന്റെ ജനത്തിന് വേണ്ടിയാ, തന്റെ സമൂഹത്തിന് വേണ്ടിയാ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ആത്മഭാരം നിനക്കുണ്ടാകട്ടെ. എസ്തേറിനെ പോലെ 127 സംസ്ഥാനങ്ങൾക്കകത്തുള്ള സകല യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ ഹാമാൻ ഒരുക്കിയ പദ്ധതി ആമേൻ തിരിച്ചറിഞ്ഞ മൊർദെഖായിയും എസ്തേറും ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളും ദൈവത്തിന് ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് രാജ്യവും രാഷ്ട്രങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുടെ നിലവില് ക്രൈസ്തവ സമൂഹത്തിന് വിജയം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എസ്തേറിന്റെ നാളുകളിൽ ഉണ്ടായിരുന്നതിലും അധികം ഉപദ്രവങ്ങൾ ഇന്ന് ദൈവജനം നേരിട്ടുകൊണ്ടിരിക്കുക. എസ്തേറിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉപദ്രവങ്ങളെക്കാൾ കൂടിയ ഉപദ്രവങ്ങളാണ് ഇന്ന് ദൈവസഭ നേരിടുന്നത്. നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാനയൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ബംഗാളും പശ്ചിമബംഗാളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ബീഹാർ, ഒറീസയെ ആന്ധ്രാപ്രദേശും ഒക്കെ നമ്മൾ പരിശോധിക്കണം. ഛത്തീസ്ഗഡും ജാർഖണ്ഡും മണിപ്പൂരും മഹാരാഷ്ട്ര, മധ്യപ്രദേശൊക്കെ നമ്മൾ പഠിച്ച UP ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എസ്തേറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നേക്കാൾ എത്രയോ മടങ്ങ് ഉപദ്രവങ്ങളാണ് ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്ഥലങ്ങൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ജനത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അതെ, ക്രൈസ്തവ സമൂഹം ഉപദ്രവിക്കപ്പെടുന്ന കാണുമ്പോൾ, ക്രൈസ്തവ മിഷനന്മാർ കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ, ദൈവമക്കളും ദൈവദാസന്മാരും നശിക്കുന്നത് കാണുമ്പോൾ, നീ എസ്തേറിനെ പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ ദൈവജനത്തിലെ ഇസ്രായേൽ ജനത്തിലെ ഹാമാൻ ഒരുക്കിയ പദ്ധതികൾ ദൈവം നീക്കി. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ ഹാമാനെ തൂക്കിക്കളഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് എഴുതിയിരിക്കുന്ന സകല സാത്താനിശക്തികളെയും ദൈവം നീക്കിക്കളയും. ക്രൈസ്തവോ എസ്തേറിനെ പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പീഡകൾ വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, വെല്ലുവിളികൾ വർദ്ധിക്കുമ്പോൾ നീ മൗനമായി ഇരിക്കരുത്. പ്രാർത്ഥനയിൽ നീ ഉണരണം. പ്രൈസലോ. പ്രതിസന്ധികളെ കണ്ട് നീ കിടന്ന് ഉറങ്ങരുത്. പ്രശ്നങ്ങളെ കണ്ട് ഉറങ്ങരുത്. രാജ്യത്തെക്കുറിച്ചുള്ള ആത്മഭാരമുണ്ടാകണം. കേരളത്തിന്റെ 14 ജില്ലകളെ കുറിച്ച് കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ത്യയുടെ 140 കോടി ജനത്തിന് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ലോകരാജ്യങ്ങൾ 800 കോടിയിലധികം ജനം കഷ്ടത അനുഭവിക്കുക. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. പീഡകൾ വർദ്ധിക്കുമ്പോൾ, ദൈവജനം ആക്രമിക്കപ്പെടുമ്പോൾ, അവർ രക്തസാക്ഷിത്വം ഭരിക്കുമ്പോൾ, അവരുടെ സമ്പത്തുകൾ അപഹരിച്ചെടുക്കുമ്പോൾ, അവരുടെ ആലയങ്ങൾ തകർക്കുമ്പോൾ, അവരുടെ നന്മകൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ, അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് കാണുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കിടന്ന് മയങ്ങാതെ, ഉറങ്ങിപ്പോകാതെ, മൊബൈലിൽ തോണ്ടി കളിക്കാതെ നീ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, കർത്താവ് നിനക്ക് ജയം തരും. ക്രൈസ്തവ സമൂഹത്തിന് ജയം തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ദൈവജനങ്ങൾ ഉപവസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവജനങ്ങൾ ഉപവസിക്കുവാൻ താല്പര്യപ്പെട്ട് ദൈവത്തെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം വിടുതലയക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിലേക്ക് നടന്ന സംഭവങ്ങളെ നമുക്കറിയാം. കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന ഗ്രേനാസിലിസിനെയും മക്കളെയും കൂടെ ചുട്ടുകരിച്ച് കളഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടൊക്കെ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിച്ചു. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ മാത്രം, നിങ്ങളുടെ നന്മ മാത്രം, നിങ്ങളുടെ ഭാവി മാത്രം, നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് മാത്രം നിങ്ങൾ വിചാരിക്കാതെ, നിങ്ങൾക്ക് ചുറ്റും കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന ദൈവജനത്തിന്റെ സങ്കടങ്ങളിൽ നീ പങ്കാളിയായി മാറണം. പ്രൈസലോ. ദൈവസഭ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ദൈവസഭ ഉപവാസം പ്രസിദ്ധം ചെയ്യുമ്പോൾ,
നീ ആ ദൈവസഭയോട് ചേർന്ന് നീ കടന്നു പോകുന്ന ദൈവദാസന്മാരോട് ചേർന്നിരുന്ന് നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കണമെന്ന്. രക്തം ജയം ഫ്രൈസറോ, അതിനുവേണ്ടി നിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചു കൊടുക്കണം. രക്തം ജയം ഉപവാസത്താലും പ്രാർത്ഥനയാലും ഇല്ലാതെ ഈ ജാതി മാറിപ്പോവുകയില്ല. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും ഉപവാസവും വളരെ ആവശ്യമായി മാറിയിരിക്കുന്നു. എസ്തേറിനെ പോലെ നീ ഒരു പ്രാർത്ഥന പോരാളിയായി, പ്രാർത്ഥന പടയാളിയായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ എസ്തേറിന് ഒരു വിജയസാധ്യത കിട്ടിയതുപോലെ, എസ്തേർ അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞിയായി മാറിയതുപോലെ തന്നെ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എസ്തേറിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അഹശ്വേരോശ് രാജാവ് നൽകിയതുപോലെ തന്നെ അവളുടെ പ്രാർത്ഥന മുഖാന്തരം യഹൂദ സമൂഹത്തെ മുഴുവൻ വിടിവിക്കുവാൻ കഴിഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ കുടുംബത്തിന്, നിന്റെ മക്കൾക്കും, നിന്റെ തലമുറയ്ക്കും, നിന്റെ ദേശത്തിന്റെ സഭയ്ക്കും വിടുതല നീ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. ദൈവം അത്ര ശക്തമായി പ്രാർത്ഥനയിൽ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവെ, പ്രാർത്ഥനയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശക്തമായ ആത്മഭാരത്തോടെ നീ പ്രാർത്ഥിക്കുന്ന നീ സമർപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങും. രക്തം ചെയ്യാം. ഇവിടുന്ന് ദൈവത്തിന് വചനം വാങ്ങി എസ്തേർ പ്രാർത്ഥിച്ചതിന്റെ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു. യഹൂദന്മാരെ കാത്തു സൂക്ഷിച്ചു. യഹൂദന്മാർക്ക് വിരോധമായി ചതിയൊരുക്കിയ വിരോധികൾ പൂർണ്ണമായിട്ട് സംഹരിക്കപ്പെട്ടു. എസ്തേറിന്റെ പ്രാർത്ഥന വളരെ ഫലപ്രദമായി മാറി. ഹല്ലേലൂയ. യഹൂദന്മാർ പൂർണ്ണമായിട്ടും കാത്തു സൂക്ഷിക്കപ്പെട്ടു. യഹൂദന്മാർക്ക് വിരോധമായി ചതിയൊരുക്കിയ സകല വിരോധികളും പൂർണ്ണമായിട്ട് ചെയ്തു സംഹരിക്കപ്പെട്ടു. കർത്താവ് ഇസ്രായേലിന്റെ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റി. അവിടെ കണ്ണുനീരിന്റെ പ്രാർത്ഥന ദൈവം വ്രതമാക്കി കളഞ്ഞില്ല. ഹല്ലേലൂയ. അതെ, എസ്തേറിന്റെയും മൊർദെഖായിയുടെയും പ്രാർത്ഥനയെ കർത്താവ് കണ്ടു. അവിടെ കണ്ണുനീരിനെ വ്രതമാക്കി കളയാതെ കണ്ണുനീരിന്റെ പ്രവൃത്തി, കണ്ണുനീരിന്റെ മറുപടി ദൈവം കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അത് നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ 56 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 56 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ. എസ്തേറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രാർത്ഥന വളരെ ശക്തമായിരിക്കാം. ഇനി നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രാർത്ഥന വളരെ ശക്തമാണ്. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്ന് പറഞ്ഞ് നീ എന്റെ അലച്ചിലുകളെ എണ്ണുന്നു. ഹല്ലേലൂയ. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കണ്ണുനീർ മുഴുവൻ, നീ ഒഴുക്കിയ കണ്ണുനീർ മുഴുവൻ നമ്മുടെ കർത്താവിന്റെ തുരുത്തിയിലുണ്ട്. എസ്തേർ പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനയും കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ഹല്ലേലൂയ. അവളുടെ അലച്ചിലുകൾ, അവളുടെ ഉഴച്ചുകളെ ദൈവം അറിയുന്നു. ഇസ്രായേലിന്റെ അലച്ചിലുകളും ഇസ്രായേലിന്റെ ഉഴച്ചുകളും ഇസ്രായേലിനും അനുഭവിക്കാൻ പോകുന്ന വലിയ പീഡകളും ആ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുക, ഹാമാൻ ഒരുക്കിയ ചതിയും എല്ലാം ഇസ്രായേലും ദൈവത്തോട് പറഞ്ഞു. സ്തോത്രം. മൊർദെഖായിയും അതുപോലെ എസ്തേറിനോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കിയ ഒരു ദൈവമുണ്ട്. അവരുടെ അലച്ചിലുകളെ മാറ്റിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമുണ്ട്, അത് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. പ്രൈസറോ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക് നിങ്ങൾ കർത്താവിന് വേണ്ടി, ഇവിടെ തുരുത്തി എന്ന് പറയുന്നത് വീഞ്ഞും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന തുകൽ സഞ്ചി ഉദ്ദേശിച്ചാണ്. കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുക എന്ന് പറയുന്നത് റോമൻ ജനതയുടെ ഇടയിൽ പുരാതന കാലങ്ങളിൽ നിലവിലിരുന്ന ഒരു ആചാരമാണ്. ഏതെങ്കിലും മരണവേളകളിൽ ഒരു സ്നേഹിതൻ ദുഃഖത്തിലായിരിക്കുമ്പോൾ അടുത്ത് എന്ന് അവന്റെ കണ്ണുനീർ ഒരു ചെറിയ കുപ്പിയിൽ ശേഖരിച്ച് അതൊരു ഓർമ്മ വസ്തുവായി സൂക്ഷിച്ചു വെക്കും. ചിലപ്പോൾ അത് അയാളുടെ ശവകുടീരത്തിൽ തന്നെ വെക്കുകയും ചെയ്യും. ഭക്തന്റെ കണ്ണുനീർ, ഹല്ലേലൂയ, ഭക്തന്റെ കണ്ണുനീരിന്റെ കണക്ക് ദൈവം കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നത് എന്ന ഇതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. യഹൂദന്മാരുടെ ഇടയിൽ ഒരു ആചാരമായി, റോമൻ ജനത്തിന്റെ ഒരു ആചാരമായിരിക്കുന്നു.
അല്ലെങ്കിൽ മരണപ്പെട്ടവന്റെ മുമ്പിൽ ഇത് കരയുന്നവന്റെ കണ്ണുനീരെടുത്തു അമ്മ കുപ്പിയിലാക്കി വെക്കുക എന്ന് അത് ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമാണ്. നീ പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന നിന്റെ കണ്ണിൽ തുടിയ സകല കണ്ണുനീര് തുരുത്തിയിലാക്കി അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരുന്ന പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി പോകുകയില്ല. പ്രൈസലോ, നിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, നിന്റെ സമൂഹത്തിന് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ്, ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ്, ആമി ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിച്ചതെങ്കിൽ ഹല്ലേലൂയ, നീ ഒഴുക്കി ഊരുപോളെ കണ്ണുനീർ പോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ തുരുത്തിയിലാക്കി വെച്ച് എസ്തേറിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം രക്തം ചെയ്യാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുക. രക്തം ചെയ്യാൻ പ്രൈസലോ, ഇവിടെ ദൈവത്തിന്റെ വചനം കാണുക. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിൽ പ്രതിഫലം നൽകാതെ ഒരിക്കലും നമ്മുടെ കർത്താവ് കടന്നു പോകുകയില്ല. ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിന്റെ മറുപടി നൽകാതെ ദൈവം ഒരിക്കലും നിന്നെ വിട്ടു മാറിപ്പോകത്തില്ല. നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന പോരാട്ടങ്ങളെ, ശത്രുവിന്റെ ചതികളെ, ക്ഷുദ്രപ്രയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ തലമുറയെ തകർക്കുന്ന ആഭിചാര മന്ത്രവാദ പ്രവൃത്തികളെ നീ മനസ്സിലാക്കി നീ പ്രാർത്ഥിക്കണം. കൂടോത്രങ്ങൾ, ക്ഷുദ്രങ്ങൾ, വേരസം, തകിടും നിനക്ക് നേരെ കൊണ്ടുവന്ന് വിവിധ കൂടോത്രങ്ങൾ, വിവിധ പദ്ധതികൾ നിന്റെ കുടുംബത്തിനെതിരെ ആവിഷ്കരിച്ച് നിന്റെ തലമുറയെ ഉന്മൂലനാശം ചെയ്യുവാൻ പിശാചൊരുക്കുന്ന പദ്ധതികളെ നിനക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ എസ്തേറിനെ പോലെ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ഭവനത്തെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മയും പിശാച് പല പദ്ധതികളുമായി വരും. നിന്റെ ജോലിയെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്റെ കുടുംബജീവിതത്തെ തകർക്കുവാൻ, നിന്റെ നന്മയെ തകർക്കുവാൻ, നിന്റെ ബിസിനസ്സിനെ തകർക്കുവാൻ, നിന്റെ കൃഷിയെ തകർക്കുവാൻ, നിനക്കുള്ള സകല നന്മയും തകർത്തുകളെയും പിശാച് എല്ലാ പദ്ധതിയുമായി കടന്നു വരുമ്പോൾ അതിന്റെ മുമ്പിൽ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യണം. എസ്തേറിനെ പോലെ നിങ്ങൾ ഉണരണം. അപ്പൊ സകല പോരാട്ടങ്ങളെ, ശത്രുവിന്റെ സകല ജാതികളെ, ശൂദ്രങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എസ്തേർ 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇസ്രായേൽ യഹൂദജനത്തിന്റെ വിടുതലായി മാറി. ഹല്ലേലൂയ. മൊർദെഖായിയെ തൂക്കിക്കളയാൻ ഹാമാൻ ഒരുക്കി വെച്ച കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കേണ്ടി വന്നു. പ്രൈസലോ, അത് ശത്രു നിനക്കെതിരെ ഒഴുക്കിയ കഴുമരത്തിൽ ആ ശത്രുവിനെ തന്നെ തൂക്കിക്കളയുന്ന അനുഭവമാണ്, ശത്രുവിനെ തന്നെ ആമേലിയെ ബന്ധിക്കുന്ന അനുഭവമാണ് നിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ എസ്തേറിന്റെ ആത്മീയവാൻ പുരി സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതി വെച്ചു എന്ന് എസ്തേറിന്റെ പുസ്തകം 9-ാമത്തെ 32-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയും അവളുടെ പ്രാർത്ഥനയെക്കുറിച്ച്. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുക തയ്യാറാകണം. പ്രൈസലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഈ രാവിലെ സമയത്ത് എസ്തേറിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം ക്രൈസ്തവ സമൂഹം വളരെ പീഡയിലൂടെ കടന്നു പോകുന്നു, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ദൈവമക്കൾ വിവിധ പ്രശ്നത്തിലൂടെ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, കുടുംബജീവിതങ്ങളിലെ ചിഹ്നഭാന്യമായിക്കൊണ്ടിരിക്കുന്നു. ദേശം മുഴുവൻ അതിക്രമം കൊണ്ടും കുല കൊണ്ടും മദ്യം കൊണ്ടും മയക്കൊണ്ടും പാൻസ് ലഹരി പദാർത്ഥം കൊണ്ട് നിറയുന്ന അശ്ലീല ചിത്രങ്ങൾ, അശ്ലീലമായ ജീവിത സാഹചര്യങ്ങൾ, സകല സാത്താനിശക്തികളും വിഗ്രഹാരാധികളും പെരുകിക്കൊണ്ടിരിക്കുക. എല്ലാ തന്ത്രങ്ങളും മന്ത്രങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യന്റെ സേവ, മനുഷ്യ ദൈവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെന്ന് രക്തം ചെയ്യും. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നീ നിന്റെ കുടുംബം ദൈവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ പരിസരത്ത് പോലും പിശാച് എടുക്കത്തില്ല. പ്രാർത്ഥനയെ പേടിയാ പിശാച്, പ്രാർത്ഥിക്കുന്നവന്റെ പേടിയാ പിശാചിന്. പ്രൈസലോ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. വായിച്ചു വന്നത് എസ്തേറിനെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ അപേക്ഷ എന്ത്? അഹശ്വേരോശ് രാജാവ് എസ്തേറിനോട് ചോദിച്ച ഭാഗമായി ഇതേപോലെ തന്നെ യേശുവിനോട് ചോദിക്കുക. യേശു തന്നെ മണവാട്ടി സഭയോട് ചോദിക്കുക, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. അത് സ്നേഹിത, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കുമെന്ന് യേശു ക്രിസ്തുവോട് പറയുക. ഹല്ലേലൂയ. പുതിയ നിയമസഭയോട് ദൈവാത്മാവ് സംസാരിക്കുക. നിങ്ങൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കും, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും എന്നുള്ളതാണ്. പ്രൈസലോ. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കും. രക്തം ചെയ്യും. പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് പകൽ ആരെങ്കിലും കഷ്ടതയുടെ, പ്രയാസത്തിലൂടെ, ദുരിതത്തിൽ, ദുഃഖത്തിൽ, പോരാട്ടങ്ങളുടെ കടന്നു പോകുന്നതിനെങ്കിൽ
ഹല്ലേലൂയ. ഇത് പകൽ എസ്തേറിനെ പോലെ നീ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്ന എല്ലാവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, യേശുവേ, എന്നെ എന്റെ കുടുംബത്തെയും മഹാകഷ്ടത്തെ വിടിപ്പിക്കണം. എന്നെ എന്റെ ജനത്തെയും മഹാകഷ്ടത്തെ വിടിക്കണം. എന്നെ എന്റെ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളെയും മഹാകഷ്ടത്തെ വിടിപ്പിക്കണം. നിലവിൽ ദൈവമക്കളെ വിടിവിച്ചൊരു ദൈവത്തെ ഞങ്ങൾ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണും. അതേപോലെ ഈ കാലഘട്ടത്തിലും വലിയൊരു വിടുതൽ നൽകണമെന്ന് പറഞ്ഞ് നീ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം വിടുതലേക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുവരുന്ന വലിയവരെയും ചെറിയവരെയും പുല്ലോട്ട് കൊട്ടാരം വരെ പാർക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിന്റെ മൂപ്പന്മാരെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികളെ, കർത്താവേ, CRPF, ക്രമസമാധാന പാലകരെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, നിയമനിർമ്മാണ രംഗത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന സകലജനത്തെയും വാഹന സഞ്ചാരികളെ, കർത്താവ് വിൽപ്പന ചെയ്യുന്നവരെ, സെയിൽസ് കർത്താവ് നിർമ്മിക്കുന്നവരെ, സമുദ്രത്തിലെ ആടുകൾ ജോലി ചെയ്യുന്നവർ, ഖനികൾ, കമ്പനികൾ, ഫാക്ടറികൾ ജോലി ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവ് കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ ഓട്ടോ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ തൊഴിലാളികളെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുക. സഹകരണ മേഖല, പൊതുമേഖലയും, കർത്താവ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖല, കർത്താവ് എല്ലാ സഹകരണ മേഖല, ബാങ്ക് മേഖലയിലായിരിക്കുന്നവർ, ഭരണവിദ്വേഷ പാർട്ടികൾ, മത, സാമൂഹിക, സംസ്കാര, സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, എല്ലാ സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ എന്റെ വ്യാപാരികളും വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്ത് വിദേശ ജോലിക്കായി കടന്നുപോയി കഷ്ടം സഹിക്കുന്ന, വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന, അനവധി വേദന അനുഭവിക്കുന്നവരുണ്ട്. സാലറി കിട്ടാതെ ജോലി നാട്ടിൽ കടന്നു കഴിയാതെ മണലാടത്തിൽ കഷ്ടം സഹിക്കുന്നവർ, കർത്താവ് വിവിധ പീഡയിലൂടെ ക്രിമിനൽ കേസുകൾ ജയിലിൽ കിടക്കുന്നവർ, വിദേശ ജോലിക്ക് കടന്ന് വേദന കഷ്ടം സഹിക്കുന്ന സൗകര്യമാർ, എല്ലാ മേഖലയിലും ദൈവം ഒരു വിടുതലേക്കനായി ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തും ഞങ്ങളുടെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ശൈശവത്തിൽ, ബാല്യത്തിലും, കൗമാരി, യൗവനത്തിലും, വാർദ്ധക്യത്തിലും, യാച, റോഫൻ, ചോട്ട ജീവിത തടവറയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥനകളെ കേരളത്തിന്റെ 4 ജില്ലകളെയും കർത്താവ് ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന. കർത്താവ് 3 മക്കൾ കൂടി ജനത്തിനായി 1446 വില്ലേജുകളിൽ, 900 പഞ്ചായത്തുകളിൽ ദൈവത്തിന്റെ നീതി വെള്ളങ്ങൾ സുവിശേഷ പ്രവർത്തനം എല്ലാ മേഖലയും വ്യാപരിക്കുവാൻ, ഇന്ത്യയുടെ 29 സംസ്ഥാനം കഴിയുന്ന 140 കോടി ജനത്തിനായി കർത്താവ് സ്തോത്രം. സുവിശേഷ വിരോധികളുടെ മാനസാന്തരങ്ങളെ പ്രാർത്ഥന, തീവ്രവാദികൾ, ഭീകരവാദി, വാഗ്യവാദികൾ, ദൈവസഭ ഉപദ്രവിക്കുന്ന സകല കാമാന്യ ശക്തികളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വെള്ളത്തിന്റെ സ്രോതസ്സുകളില്ലാതെ, ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ലാതെ, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാതെ, കർത്താവ് സ്തോത്രം, നെറ്റ്വർക്ക് സംവിധാനങ്ങളില്ലാതെ, വൈദ്യുതിയില്ലാതെ വളരെ ദാരിദ്ര്യം പ്രയാസകർഷകർ കടന്നു പോകുന്ന ലോകരാജ്യങ്ങൾ, ദൈവമാരെ നിറയെ കഴിയാതെ പ്രാകൃതമായി ജീവിക്കുന്ന അനവധി ആളുകൾ, ദ്വീപുകൾ, അവിടെ എല്ലാം ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ ഈ ജനം യേശുവിനെ അറിയേണ്ടതിനായി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം നേരിടുന്ന സകല സാത്താന്റെ തന്ത്രങ്ങളിൽ ഈ ജനം വിടിവിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ശൈശവത്തിലും, ബാല്യത്തിലും, കൗമാരി, യൗവനത്തിലും, വാർത്തത്തിലും, യാച, പ്രവർത്തന, ചോട്ട ജീവിത തടവറയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും ജനത്തെ വിടിവിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കണം. മദ്യപാനത്തിനും വെറുപ്പൂത്തുകൾക്കും മയക്കുമരുന്ന് അടിമപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ വിടിവിക്കപ്പെടുവാൻ, തകർന്നു കിടക്കുന്ന കുടുംബജീവിതങ്ങളെ താസാനപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മഹത്വയുടെ വിടുതലയക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ തന്നെ ആമേൻ.